അപ്പോൾ ഇന്ന് ജോലിക്ക് പോകാനായിട്ട് ഞാൻ കുറച്ച് നേരത്തെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ബസ്സിനാണ് പോകുന്നത്. ബസ് വരുന്ന ടൈം എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു റോഡ് ക്രോസ് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. പക്ഷേ ഇവിടെ അത് പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ചുറ്റി തിരിഞ്ഞു വേണം പോകാനായിട്ട്. കുറച്ച് നേരത്തെ ഇറങ്ങിയാലുള്ള ഗുണം നമുക്ക് ഈ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് സമാധാനമായിട്ട് പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ബസ് കിട്ടോ, എത്താൻ ലേറ്റ് ആവോ എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പ്. ഇവിടെ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഒരു മരത്തിന്റെ താഴെയാണ് കേട്ടോ ഞാൻ ബസ് കാത്തു നിന്നത്. അപ്പോഴാണ് രണ്ട് മൈനുകൾ ഇങ്ങനെ പോണത്. രണ്ട് മൈനിനെ കണ്ട അന്നത്തെ ദിവസം ഹാപ്പി ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം ചില ദിവസം ഒറ്റ മൈനിനെ കണ്ടാലും അന്നത്തെ ദിവസം നല്ല ഹാപ്പി ആവാറുണ്ട്. അങ്ങനെ ഞാൻ സലോഡിയിൽ എത്തിയിട്ട് ഇരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചൂടുമായിട്ട് എഴുതി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരത്തേക്ക് തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ കസ്റ്റമേഴ്സ് ഒക്കെ പോയി കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. ഭൂരി ഉരുളക്കിഴങ്ങറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പം എന്റെ കൂടെ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ സലൂണിന്റെ മുതലാളി. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരുമിച്ചാണ് ചായ കുടിച്ചത്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഒന്ന് ഫ്രഷ് ആവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തിരിച്ചു പോകാനായിട്ട് എവിടെന്നാ ബസ് കയറേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആ ബസ് സ്റ്റോപ്പും കൂടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബൈ ഷാലു എന്നാണ് കേട്ടോ എന്റെ മുതലാളിയുടെ പേര്. അങ്ങനെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നേരത്തെ ബസ് സ്റ്റോപ്പ് കാണിച്ചു തന്നതുകൊണ്ട് തന്നെ എനിക്ക് അധികം ചുറ്റേണ്ടി വന്നില്ല. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരാനായിട്ട് എനിക്ക് കുറച്ച് ടൈം എടുത്തുട്ടോ. കാരണം എല്ലാ സ്ഥലവും കാണാൻ ഒരേപോലെയാണ്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് കയറേണ്ടത്, എവിടെയാണ് ഇറങ്ങേണ്ടതെന്നൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ ചെന്ന് ഇറങ്ങും. അങ്ങനെ ബസ്സൊക്കെ കയറി നമ്മൾ തിരിച്ചതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് സ്റ്റോപ്പൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വീടെത്തിയപ്പോഴാണ് ഒരു സമാധാനമായത്.